Hello students, welcome to the another video. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് വേവ്സ് ആണ് പഠിച്ചത് അല്ലെ. ഏതൊക്കെയായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചത്? വേവ് ലെങ്ത്, ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ്. ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. അതിന്റെ വേവ്, അതിന്റെ യൂണിറ്റുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ ഒരു പുതിയ സെക്ഷനിലേക്കാണ് പോകുന്നത്. സ്പീഡ് ഓഫ് സൗണ്ട്. നമ്മുടെ സൗണ്ട് പല ഡിഫറെന്റ് മീഡിയയില് നമ്മൾ ട്രാവൽ ചെയ്യും അല്ലെ. പല മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യും. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇതിലൊക്കെ നമ്മുടെ സൗണ്ടിന്റെ സ്പീഡ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. Okay, the speed of sound is defined as the distance in which a point on a wave travel per unit time. What is the speed of wave? Distance by time. എന്താ സ്പീഡ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈം. അതിന്റെ കൂടെ നമ്മൾ വേവിന്റെ ഡിസ്റ്റൻസ്, വേവ് എത്ര ട്രാവൽ ചെയ്തു ടൈം, അത് മാത്രമേ ഉള്ളൂ. വെരി സിമ്പിൾ. എന്താ നോർമൽ സ്പീഡ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ലാംഡ ഇസ് ദ വേവ് ലെങ്ത്. നമുക്ക് ഓൾറെഡി അറിയാം ലാംഡ എന്ന് പറയുന്നത് എന്താണ്? വേവ് ലെങ്ത് ആണ്. വിച്ച് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ വൺ ടൈം പീരീഡ്. ഒരു ടൈം പീരീഡിലുള്ള ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് അല്ലെ. വൺ ക്രെസ്റ്റ് ടു അനദർ ക്രെസ്റ്റ് ഓർ വൺ ട്രഫ് ടു അനദർ ട്രഫ് എന്നുള്ളതാണ് വേവ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹെൻസ് അതുകൊണ്ട് തന്നെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ ദാറ്റ് സ്പീഡ് v is equal to lambda by t എന്ന രീതിയിൽ നമുക്ക് എഴുതാം. എന്താണ്? v is equal to lambda by t. What is lambda? Wavelength by time period. അപ്പൊ ഡിസ്റ്റൻസ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, അഥവാ വേവ് ലെങ്ത് ബൈ ടൈം എന്നും നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അത് ഓർത്ത് വെക്കുക. വേവ് ലെങ്ത് ബൈ ടൈം. ദ സ്പീഡ് എന്ന് പറയുന്നത് v എന്ന് പറയുന്ന സ്പീഡാണ്. ആൻഡ് the v is equal to frequency and wavelength എന്ന് പറയുന്നത് lambda the sound and are related by the equation. So നമുക്ക് ഇങ്ങനെയും എഴുതാം this v. ഈ v എന്ന് പറയുന്നത് സ്പീഡാണ്. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന റെഡ് കാണുന്ന v എന്ന് പറയും ദാറ്റ് ഇസ് ന്യൂ. ആക്ച്വലി ദാറ്റ് ഇസ് ന്യൂ. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് അത് എഴുതുക, ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ്. ഓക്കെ, എന്താണ്? ന്യൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ വേണം എഴുതാൻ? ഓക്കെ, ഇറ്റ്സ് എ ന്യൂ. ഫ്രീക്വൻസി നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ഇറ്റ്സ് എ ന്യൂ. സോ ദ സ്പീഡ് എന്ന് പറയുന്നത് എന്താ മക്കളെ? സ്പീഡ് v is equal to lambda by t. What is lambda? Wavelength by time period. And what is frequency? Frequency എന്ന് പറയുന്നത് in terms of നമുക്ക് ഇങ്ങനെയും എഴുതാം. v is equal to lambda nu. v is equal to lambda nu. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ന്യൂ എന്ന് എഴുതിയത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം പീരീഡ്. നമ്മൾ സൈഡിൽ എഴുതി വെക്കുക. ന്യൂ എന്ന് പറയുന്നത് 1/t ആണ്. ന്യൂ എന്ന് പറയുന്നത് എന്താണ്? 1/t ആണ്. ന്യൂ ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/ടൈം പീരീഡ് ആണ്. ഇവിടെ നോക്കിയേ, 1/ടൈം പീരീഡ്, 1/t ഇല്ലേ താഴെയില്, അതുകൊണ്ടത് ഫ്രീക്വൻസി അല്ലേ. അതുകൊണ്ട് ഞാൻ ഈ മുകളില് ന്യൂ എന്ന് എഴുതി. അപ്പൊ നമുക്ക് സ്പീഡിന് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട് അല്ലെ. We have two equations. സ്പീഡിന് എന്തൊക്കെയാ ഇക്വേഷൻസ് ഉള്ളത്? ലാംഡ ബൈ ടി. v is equal to ലാംഡ ബൈ ടി. ആ ബൈ ടിക്ക് പകരം 1/t എന്ന് പറഞ്ഞാൽ ന്യൂ ആണെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് we have another equation. v is equal to ലാംഡ ന്യൂ. v is equal to ലാംഡ ന്യൂ. അപ്പൊ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് സ്പീഡിന് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. This is the first equation and this is the second equation. v is equal to lambda by t and v is equal to lambda nu. Okay, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ സ്പീഡ് is equal to wave length into time period എന്ന രീതിയിൽ നമ്മൾ എഴുതുന്നുണ്ട്. ഓക്കെ, സി നമുക്കിവിടെ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യുന്നു. വാട്ട് ഈസ് വേവ് ലെങ്ത്? ക്രെസ്റ്റ് ടു ക്രെസ്റ്റ് ആണല്ലോ, സംശയമില്ല. ക്രെസ്റ്റ് ടു ക്രെസ്റ്റ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ഇതാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ആൻഡ് വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പോയിന്റ് ഓൺ എ വേവ് away from the
മിസ് ഡിസ്റ്റർബ്ഡ് പൊസിഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ആംപ്ലിറ്റ്യൂഡ്? ഈ മിസ് ഡിസ്റ്റർബ്ഡ് പൊസിഷൻ, ഇതാണ് അൺഡിസ്റ്റർബ്ഡ് പൊസിഷൻ അല്ലെ. അൺഡിസ്റ്റർബ്ഡ് പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്റ്റൻസ്, ഈ ഡോട്ടഡ് ലൈൻസ് ആണ് അൺഡിസ്റ്റർബ്ഡ് പൊസിഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് ഉള്ള ആ ഒരു പോയിന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. ദിസ് വിൽ ബി ആംപ്ലിറ്റ്യൂഡ്. And what is wavelength? One crest to crest is wavelength, or one trough to trough. അതിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു? wavelength എന്ന് വിളിക്കുന്നു. The distance from a point of one wave to the equivalent point of the adjacent wavelength, അത് നമ്മൾ എന്ത് പറയുന്നു? wavelength എന്ന് പറയുന്നു. So wavelength and amplitude നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ, സംശയങ്ങളൊന്നുമില്ലല്ലോ. Okay, see, we have a question. നമ്മൾ ഓൾറെഡി ഒരു കാര്യം പഠിച്ചതാണ്, ഇക്വേഷൻസ് പഠിച്ചു എന്നല്ലേ. നമ്മൾ ഏതൊക്കെ ഇക്വേഷൻസ് ആണ് പഠിച്ചത്? സ്പീഡിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. See, a sound wave has a frequency of 2 kilohertz. എത്രയാണ്? 2 kilohertz. Okay, and wavelength 35 centimeter. How long it will take to travel 1.5 kilometer? അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ പ്രോബ്ലം, നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യം ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഗിവൺ എന്ന് പറഞ്ഞ് നമ്മൾ അത് എഴുതുന്നു. ഗിവൺ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? വി ഗിവൺ എ ഫ്രീക്വൻസി അല്ലെ. നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എത്രയാണ് ഫ്രീക്വൻസി തന്നിട്ടുള്ളത്? ന്യൂ ഇസ് ഗിവൺ. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 2 kilohertz. 2 kilohertz. എന്താ മക്കളെ 2 kilohertz എന്ന് പറയുന്നത്? കിലോഹെർട്സ് എന്ന് പറയുന്നത് 1000 ആണ് കേട്ടോ. 1000 കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പൊ ഇത് 2 ഉണ്ട് അല്ലെ, ദാറ്റ് ഇസ് 2000 hertz. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കിട്ടി. എത്രയാണ്? 2000 ഹേർട്സ് ആണ് നമുക്ക് കിട്ടിയത്. ആൻഡ് വാട്ട് ഈസ് ദ വേവ് ലെങ്ത്? വേവ് ലെങ്ത് എത്രയാണ്? ലാംഡ. വേവ് ലെങ്ത് ലാംഡ എത്രയാണ്? 35 സെന്റിമീറ്റർ. എത്രയാണ്? 35 സെന്റിമീറ്റർ. ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. വാട്ട് ഇസ് ദ SI യൂണിറ്റ് ഓഫ് ലാംഡ? ലാംഡ വേവ് ലെങ്ത് എന്ന് പറയുന്ന ലെങ്ത് ആണ്. സോ the unit SI unit of length is meter. അതുകൊണ്ട് 0.35 meter. Then how long it will take to travel? The distance തന്നിട്ടുണ്ട് അല്ലേ. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്ക് എത്ര ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്? 1.5 കിലോമീറ്റർ. കിലോമീറ്റർ തന്നെയാണ് അല്ലെ, അതിന് സംശയമൊന്നുമില്ലല്ലോ. കിലോമീറ്റർ തന്നെയാണ്, അതിന് സംശയങ്ങളൊന്നുമില്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കണം വേണ്ടേ? നമുക്ക് എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസിയും ഉണ്ട്, വേവ് ലെങ്തും ഉണ്ട് അല്ലെ. നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണ്? v is equal to lambda by t അല്ലെ. v is equal to lambda by t and v is equal to lambda nu. ഈ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് അല്ലെ. നമുക്ക് ഇവിടെ ടൈം തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല അല്ലെ. നമുക്ക് ടൈം തന്നിട്ടില്ല. അപ്പൊ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇക്വേഷൻ ഏതാണ്? ദിസ് ഇക്വേഷൻ അല്ലെ. നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം. സോ v is equal to lambda nu. So what is lambda? 0.35 into nu എന്ന് പറയുന്നത് എത്രയാണ്? 2000. നമുക്ക് എത്ര കിട്ടും മക്കളെ? ദാറ്റ് വിൽ ബി 0.35 into 2000. That will be 700. എന്താ കിട്ടുക? 700. What is the meter per second? സ്പീഡ് ആണല്ലേ. സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് എത്ര കിട്ടിയിരിക്കുന്നത്? 700 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് എത്ര അതിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ടൈം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീഡ് ഇപ്പൊ കിട്ടി അല്ലെ. സ്പീഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടൈം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? വെരി സിമ്പിൾ. എങ്ങനെ നമ്മൾ ടൈം കണ്ടുപിടിക്കും?
എങ്ങനെ ടൈം കണ്ടുപിടിക്കുക? സ്പീഡ് ഇസ് ഈക്വൽ ടു, എന്താ സ്പീഡ് എന്ന് പറഞ്ഞാൽ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണല്ലേ വരിക. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ വി ആണ് വരിക അല്ലെ. ഇത് ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. അപ്പൊ വാട്ട് ഈസ് ടൈം? നമുക്ക് കുറച്ച് മൂവ് ചെയ്ത് എഴുതാം. അപ്പൊ എന്തായിരിക്കും ടൈം എന്ന് പറയുന്നത്? ഡി ബൈ വി. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എത്രയാണ്? 1.5 ആണ് അല്ലെ. 1.5 കിലോമീറ്റർ. നമുക്ക് അതിനെ എന്ത് ചെയ്യാം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. കിലോമീറ്റർ ആണ്, അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാ കൺവേർട്ട് ചെയ്യുക? 1000 ദാറ്റ് ഇസ് അല്ലെ. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. സംശയം ഉണ്ടാവരുത്, ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഹിയർ? വി. നമ്മുടെ സ്പീഡ് എത്രയാണ്? 700 അല്ലെ. നമ്മളിത് കട്ട് ചെയ്തു. വാട്ട് ഇസ് ദ ടൈം? നമുക്ക് ടൈം എത്ര കിട്ടി? ടൈം വിൽ ബി 2.1 സെക്കൻഡ്. 2.1 സെക്കൻഡ്. ടൈം എത്രയാണ്? 2.1 സെക്കൻഡ് ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടു. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടു അല്ലെ. നമ്മുടെ ഇക്വേഷൻ നമുക്ക് സ്പീഡ് കിട്ടി. സ്പീഡ് 700 ആണ്, 700 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ടി ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 1.5 കിലോമീറ്റർ ആണ്. അതിനെ ഞാൻ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. എങ്ങനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക? 1.5 into 1000. ഓക്കെ, ദാറ്റ് ഇസ് 1500. ഓക്കെ, നമ്മളത് കൺവേർട്ട് ചെയ്ത് 1500 ഡിവൈഡ് ബൈ 700 ദാറ്റ് ഇസ് വിൽ ബി 2.1 സെക്കൻഡ്. അപ്പൊ നമുക്ക് ടൈം ടേക്കൺ എത്ര സമയം എടുക്കും? 2.1 സെക്കൻഡ് ആണ് നമുക്ക് എടുക്കുന്നത്. ക്ലിയർ? വെരി സിമ്പിൾ. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പം ഒരു സൗണ്ട് വേവ്സ് 1.5 കിലോമീറ്ററിന് അവിടെ എത്താൻ എത്ര സമയം മതി? 2.1 സെക്കൻഡ് മാത്രം മതി. ഓക്കെ, കാര്യം ഓർത്ത് വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇക്വേഷൻസ് സൈഡിൽ എഴുതി വെക്കുക. ഇതിനൊക്കെ മാർക്ക് ഉണ്ട്. അപ്പൊ അതുപോലെ ചെയ്യാം. ഓക്കെ, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഡിഫറെന്റ് മീഡിയം. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ ഡിഫറെന്റ് മീഡിയം. ഡിഫറെന്റ് മീഡിയത്തില് സ്പീഡ് ഓഫ് സൗണ്ട് എത്രയാണ് നമുക്ക് നോക്കാം. ദ സ്പീഡ് ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് പ്രൈമർലി ഓൺ നേച്ചർ ആൻഡ് the temperature of the transmitting media. നമ്മുടെ നേച്ചറും അതുപോലെ തന്നെ അതിന്റെ ടെമ്പറേച്ചറും എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. The speed of sound എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുക? Decreases. The speed of sound decreases when we go from solid to gaseous state. ഒരു സോളിഡ് മെറ്റീരിയൽ നിന്ന് ഗ്യാസിലേക്ക് പോകുമ്പോ സ്പീഡ് എന്താവും? കുറയും. In any medium, as we increase the temperature, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ the speed of sound increase ചെയ്യും. അപ്പൊ നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ്? നേച്ചറും ടെമ്പറേച്ചറുമാണ് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ വളരെയായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? നേച്ചറും ടെമ്പറേച്ചറും. The first one is the speed of sound decreases. എപ്പോഴാ കുറയുക? സോളിഡിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോ നമ്മുടെ സൗണ്ടിന്റെ സ്പീഡ് കുറയുന്നു. ഇനി ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താ സംഭവിക്കുക? സ്പീഡും കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയറിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് 331 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസില് 331 മീറ്റർ പെർ സെക്കൻഡ് ആണ് ദ സ്പീഡ് ഓഫ് സൗണ്ട്. എന്നാൽ it will be 22 ഡിഗ്രി സെൽഷ്യസിൽ 22 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാ വരുന്നത്? It will be 344 meter per second. That will അവിടെ ഒരു ചേഞ്ച് വന്നില്ലേ? സോ
ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് the speed of sound also increases. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ സൗണ്ടിന്റെ സ്പീഡും കൂടുതലായിരിക്കും. ഇനി സോളിഡിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ അതിന്റെ സ്പീഡ് കുറവായിരിക്കും. ഇനി നിങ്ങൾ ഓർത്ത് വെക്കുക, ഏറ്റവും കൂടുതൽ നമ്മുടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്, സ്പീഡ് ഏറ്റവും കൂടുതലുള്ളത് സോളിഡിലാണ്. സൗണ്ട് സോളിഡിലായിരിക്കുമ്പോൾ വളരെ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. എന്നാൽ അതിനേക്കാൾ കുറച്ച് കുറവാണ് ലിക്വിഡിൽ, വളരെ കുറവാണ് എയർ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ. അപ്പൊ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് സൗണ്ട് വളരെ മെല്ലെ രീതിയിൽ, വളരെ സ്ലോവർ രീതിയിൽ ട്രാവൽ ചെയ്യുന്നത്. ഏറ്റവും ഹയസ്റ്റ് രീതിയിൽ ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യുന്നത് എവിടെയാണ്? സോളിഡ്, അതിനുശേഷം ലിക്വിഡ്, അതിനുശേഷം ഗ്യാഷ്യസ്. ഓക്കെ, സി speed of sound in a different medium at 25 degrees Celsius. Okay, 25 degrees Celsius ആണെന്ന് ഓർത്ത് വെക്കുക. അതിൽ നമുക്ക് നോക്കാം, നമ്മുടെ സ്റ്റേറ്റ് സോളിഡ് ആണ്. സോളിഡ് ആയിട്ടുള്ള അലൂമിനിയത്തില് നോക്കുക, സ്റ്റീൽ, അയൺ, ബ്രാസ്, ഗ്ലാസ്, ഇതിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന എവിടെയാണ്? ഇൻ അലൂമിനിയം. അലൂമിനിയത്തിലാണ് എന്ത്? ഹയർ സ്പീഡിൽ ട്രാവൽ ചെയ്യും. ദാറ്റ് ഇസ് 6420 മീറ്റർ പെർ സെക്കൻഡിൽ ഇത് അലൂമിനിയത്തിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെക്കുക. 2 എക്സാമ്പിൾസ് എങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, then in ലിക്വിഡിന്റെ കേസ് ആണ് the water, that is sea, ഉപ്പുവെള്ളമാണ്, and this is distilled water. ഓക്കെ, ഡിസ്റ്റിൽഡ് വാട്ടറും ഉപ്പുവെള്ളവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആൻഡ് എത്തനോൾ, മെത്തനോൾ, ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വെള്ളത്തിൽ ട്രാവൽ ചെയ്യുന്ന, ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഏതാണ്? ഇൻ വാട്ടർ, ഉപ്പുവെള്ളത്തിലാണ്. നല്ല രീതിയിൽ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന എവിടെയാണ്? ഉപ്പുവെള്ളത്തിലാണ്. ബിക്കോസ് വേറെ എത്രയാണ്? 1531 മീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് എന്താണ്? ലിക്വിഡില് ട്രാവൽ ചെയ്യുന്നുണ്ട്. എന്നാൽ വാട്ട് അബൌട്ട് നമ്മുടെ സോളിഡിൽ വളരെയധികം സ്പീഡ് കൂടുതലാണ് അല്ലെ? 6000 റേഞ്ചിൽ വരുന്നുണ്ട് സോളിഡില്. എന്നാൽ അത് ലിക്വിഡിലേക്ക് വരുമ്പോൾ 1000 റേഞ്ചിലേ വരുന്നുള്ളൂ അല്ലെ? ദാറ്റ് മീൻസ് ലോവർ ആണ്. See, what about the gas? ഗ്യാസിൽ നോക്കുക, we have hydrogen, helium, air, oxygen, sulfur dioxide. ഇതിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് ഹൈഡ്രജനിലും 1000 റീജിയനിൽ വരുന്നുണ്ട്, 1284 ഉണ്ട്. സോ നമുക്ക് മനസ്സിലാക്കുക, ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ ഇതാണ്, സോളിഡ് ആണ്. അതിനുശേഷം ലിക്വിഡ്, അതിനുശേഷം ഗ്യാസ്. ഓക്കെ, അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഫാസ്റ്റർ ആയിട്ട് നമ്മുടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് ഇൻസോളിഡ് ആണ്. അതിനുശേഷമേ ഉള്ളൂ ലിക്വിഡ്, അതിനുശേഷമേ ഉള്ളൂ ഗ്യാഷ്യസ്. അപ്പൊ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ എന്ന് പറയുന്നതിലാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുക. ആൻഡ് ലിക്വിഡില് വാട്ടർ, അതായത് സീ വാട്ടർ, കടൽ വെള്ളത്തിലാണ്. ആൻഡ് ഇൻ അലൂമിനിയത്തിലായിരിക്കും. നമ്മുടെ സോളിഡില് നമ്മൾ ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ വെച്ച് നല്ല രീതിയിൽ നമ്മുടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുക അറ്റ് എ ഫാസ്റ്റർ way. Okay, next is reflection of sound. Very important part. നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് reflection of sound. Okay, like light, നമ്മുടെ ലൈറ്റ് പോലെ തന്നെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും അല്ലെ? റിഫ്ലക്ട് ചെയ്യും, റിഫ്രാക്ട് ചെയ്യും, നമുക്ക് ചെയ്യാറുണ്ട്. ദാറ്റ്സ് എ ഫിനോമിനാസ് ഓഫ് ലൈറ്റ്. അതുപോലെ തന്നെ സൗണ്ട് ഗെറ്റ് റിഫ്ലക്റ്റഡ്. നമ്മുടെ സൗണ്ടിനും എന്ത് സംഭവിക്കും? റിഫ്ലക്ഷൻ ഉണ്ടാകാറുണ്ട്. എന്തുണ്ട്? റിഫ്ലക്ഷൻസ് ഉണ്ടാകാറുണ്ട്. അറ്റ് ദ സർഫേസ് ഓഫ് സോളിഡ് ഓർ എ ലിക്വിഡ് ആൻഡ് ദ ഫോളോസ് ദ ലോ ഓഫ് റിഫ്ലക്ഷൻ. ഇതേപോലെ റിഫ്ലക്ഷന് 2 ലോസ് ഉണ്ട് അല്ലെ? ആ ലോസ് ഒക്കെ ഫോളോ ചെയ്യുന്ന തരത്തിൽ സൗണ്ടും എന്ത് ചെയ്യാറുണ്ട്? റിഫ്ലക്ട് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ് ആ ലോസ് എന്ന് നമുക്ക് നോക്കാം. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയായിരുന്നു 2 ലോസ്? ഏതൊക്കെയായിരുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ? The angle of incidence and the angle of reflection will be equal. ഏതൊക്കെയാണ്? The angle of incidence will be equal to the angle of incidence will be equal to the angle of reflection. The angle of reflection. അപ്പൊ ഇത് നമ്മൾ എവിടെയും ഫോളോ ചെയ്യുന്നുണ്ട്. ലൈറ്റിൽ ഓൾറെഡി ഉള്ളതാണ്. എന്നാൽ ഇത് എവിടെ ഫോളോ ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇവിടെയുള്ള സൗണ്ടിലും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. The incident ray, the reflected ray, the second one is
the incident ray, the reflected ray and the normal that will be aligned in a same plane. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The incident ray, reflected ray and the normal at the point of incidence all lies in a same പ്ലെയിൻ. ഇവരൊക്കെ എന്താണ്? സെയിം പ്ലെയിനിൽ അലൈൻ ചെയ്യും. ഇതാണ് രണ്ട് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷന്റെ രണ്ട് ലോസ് ആണിത് അല്ലെ, രണ്ട് പ്രധാനപ്പെട്ട ലോസ് ആണ്. ഈ ലോസ് എവിടെ ഒബേ ചെയ്യപ്പെടും? നമ്മുടെ സോളിഡ് നമ്മുടെ ഈ സൗണ്ടിന്റെ കേസിലും ഇതെന്താണ്? ഇത് റൂൾ അല്ലെങ്കിൽ ഈ ലോ നമുക്ക് ഫോളോ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് മറന്നു പോവില്ലല്ലോ, രണ്ട് ലോസ് ആണുള്ളത്. The reflected ray, the angle of incidence will be equal to the angle of reflection. Angle I will be equal to angle R. Angle I will be equal to angle R. Then the incident ray, the reflected ray and the normal ഇതെല്ലാം ഇവിടെ അലൈൻ ചെയ്യും, ഒരു സെയിം പ്ലെയിനില് അലൈൻ ചെയ്യും. This is the normal N, the reflected ray, the incident ray, the reflected ray ഇതെല്ലാം എവിടെയാണ്? ഒരു പ്ലെയിനില് അലൈൻ ചെയ്യും. This is the second rule, okay, or the law. അപ്പൊ ഈ രണ്ട് കാര്യവും നമ്മുടെ സൗണ്ടിന്റെ കേസിൽ അലൗ ചെയ്യും. നോക്കുക, ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് എ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഒരു സർഫസ് ഉണ്ടായിരിക്കും, ആ സർഫസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ആൻഡ് ദ സൗണ്ട്, ദ ഇൻസിഡന്റ് സൗണ്ട്, ഇൻസിഡന്റ് സൗണ്ട് വേവ്. സൗണ്ട് വേവ്സ് ഇങ്ങനെ വരികയാണ്. ദിസ് ഇസ് ദ ഇൻസിഡന്റ് സൗണ്ട് വേവ്. This is the incident sound wave. ഒരു ആംഗിൾ I എന്ന് പറയുന്ന ആംഗിളിൽ ഇൻസിഡന്റ് സൗണ്ട് വേവ്സ് വരുന്നു. ഓക്കെ, ആൻഡ് തിരിച്ച് അതെന്താ സംഭവിക്കുന്നത്? തിരിച്ചെന്താ സംഭവിക്കുന്നത്? റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ്. ഈ സൗണ്ട് വേവ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ഈ സൗണ്ട് വേവ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആ ആംഗിളിന് പറയുന്നതാണ് R എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് എ നോർമൽ. ഇതാണ് നമ്മുടെ സൗണ്ടിന്റെ കേസിലും ഈ ലോസ് ഒബേ ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഇൻസിഡന്റ് സൗണ്ട് വേവ് ആണ്. അതൊരു റിഫ്ലക്റ്റിംഗ് സർഫസിൽ എത്തുന്നു, തട്ടിത്തെറിച്ച് അഥവാ ബൗൺസ് ചെയ്ത് തിരിച്ച് റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ് ആയിട്ട് പോകുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പറയുന്ന ചിലയിടത്ത് നമ്മൾ പിന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും, ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടേയിരിക്കും. ഒരു ഒഴിഞ്ഞു കിടക്കുന്ന റൂമുകളിൽ നിങ്ങൾ സംസാരിച്ചു നോക്കിയേ, നമ്മൾ പറയുന്നത് ഒന്നുകൂടെ ഇങ്ങനെ കേൾക്കാം. സോ ദാറ്റ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. നമ്മളെ സൗണ്ടും എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. ലൈറ്റ് മാത്രമല്ല റിഫ്ലക്ട് ചെയ്യും, എന്തും റിഫ്ലക്ട് ചെയ്യും, സൗണ്ടും റിഫ്ലക്ട് ചെയ്യും എന്ന കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. നോക്കുക, ഇവിടെ നമുക്കൊരു എക്സ്പെരിമെന്റ്, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. നോക്കുക, ദർ ഇസ് എ സ്ക്രീൻ. ഇവിടെ ഒരു സ്ക്രീൻ നമ്മൾ വെച്ചിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് എ ബെൽ. ആൻഡ് നമ്മൾ കേട്ടിരിക്കുകയാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് ആണ്, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പൊ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഫ്രം എ പ്ലേറ്റ് സർഫസ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ബെല്ല്, എന്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ബെല്ല് കൊടുത്തിരിക്കുകയാണ്. ഈ ബെല്ല് ഞാൻ ഇവിടെ നന്നായിട്ട് ബെൽ റിങ് ചെയ്യുന്നു. ഈ ബെൽ റിങ് ചെയ്യുന്ന സമയത്ത് ഈ ബെല്ലിന്റെ സൗണ്ട് വേവ്സ് എങ്ങനെയാണ്? ഇവിടെ തട്ടി തെറിക്കുന്നു, തിരിച്ച് അത് എങ്ങോട്ട് പോകുന്നു? എന്റെ ചെവിയിലേക്ക് എത്തുന്നു. ഓക്കെ, എന്ത് ചെയ്യുന്നു? എന്റെ ബെല്ല് റിങ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് വേവ്സ് എത്തുന്നു, ഈ പ്ലേറ്റിൽ തട്ടിത്തെറിച്ച് എന്റെ ചെവിയിലേക്ക് എത്തുന്നു. ഇവിടെ ഒരു സ്ക്രീൻ ആണുള്ളത്, ഇതിലൂടെ ഒരിക്കലും സൗണ്ട് പോവില്ല, പക്ഷെ എങ്ങനെയാണ്? തട്ടിത്തെറിച്ച് എന്റെ ചെവിയിലേക്ക് പോകുന്നു. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ സൗണ്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്ത്, അഥവാ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ഇത് നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്, സൗണ്ടില് നടക്കുന്നുണ്ട്. ഓക്കെ, ഈ പ്രോപ്പർട്ടി സൗണ്ടിലും നടക്കുന്നുണ്ടെന്ന് നോക്കുക. ദിസ് ഇസ് ആക്ടിവിറ്റി. ടേക്ക് 2 pieces ഓഫ് ദ സെയിം ലെങ്ത്. 2 പൈപ്പ് എടുക്കുക, പൈപ്പ് ഓഫ് സെയിം ലെങ്ത്, and arrange them on a table near a wall or a metal plate. Keep a clock near the open end. ഒരു ക്ലോക്ക് നമ്മൾ ജസ്റ്റ് വെക്കുന്നു on the open end of the pipe and try to hear the sound. Try to hear the sound of the clock through the other pipe
by adjusting the position of pipe. Yes, ഈ പൈപ്പിലൂടെ നമ്മൾ ബെൽസ് റിംഗ് ചെയ്യുമ്പോൾ ഈ പൈപ്പിലൂടെ എന്താണ്, ഇതിലൂടെ വേവ് ഇങ്ങനെ പോകുന്നു, തട്ടുന്നു, തെറിച്ച് ഇതേപോലെ വേവ് ഈ പൈപ്പിലൂടെ നമുക്ക് എവിടെ, ഈ ചെവിയിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. അപ്പൊ പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം, മറന്നു പോകരുത്. പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ്, നൗ മെഷർ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് റിഫ്ലക്ഷൻ. നമ്മൾ ബെല്ല് റിംഗ് ചെയ്തു, നമുക്ക് ഈ വേവ് ഇവിടെ തട്ടി തിരിച്ച് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ചില ആംഗിളിൽ വെക്കുമ്പോൾ നമുക്ക് ബെല്ല് റിംഗ് ചെയ്ത് കേൾക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ വെക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബെല്ല് റിംഗ് ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കും. അതുപോലെ വെക്കുന്നു. അതിനുശേഷം അത് ഏത് ആംഗിൾ ആണെന്ന് മെഷർ ചെയ്യുക. ഈ രണ്ട് തമ്മിലുള്ള ആംഗിൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുന്നു. Okay, now measure the angle of incidence and angle of reflection. Then lift the second pipe. ഈ രണ്ടാമത്തെ പൈപ്പ് എന്ത് ചെയ്യുക, ലിഫ്റ്റ് and try to hear the sound ഒന്നുകൂടെ കേൾക്കാൻ ശ്രമിക്കുക. It will be seen that angle of incidence will be എന്താണ്, the angle of incidence will be equal to the angle of reflection. നമുക്ക് കാണാൻ സാധിക്കും, കൃത്യമായിട്ട് മെഷർ ചെയ്യുമ്പോ ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. Okay, the incident ray, the reflected ray and normal all lies in a same plane. The reflected rayയും incident rayയും നോർമലും ഇതൊക്കെ എവിടെയാണ്, ഈ പ്ലെയിനിൽ തന്നെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ രണ്ട് ലോസും സാറ്റിസ്ഫൈ ചെയ്തല്ലോ അല്ലെ. ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും ഈക്വൽ ആണെന്നുള്ള ഫസ്റ്റ് ലോ സാറ്റിസ്ഫൈ ചെയ്തു. അതുപോലെ തന്നെ the incident ray, reflected ray and the normal അതും ഒരേ സെയിം പ്ലെയിനിലാണ് അലൈൻ ചെയ്യുക എന്ന് പറയുന്ന സെക്കൻഡ് റൂളും എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് അതിന്റെ എക്സ്പെരിമെന്റ്. ഈ പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്തതാണ് വളരെ ഇമ്പോർട്ടന്റ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ റിംഗിങ് കേൾക്കുകയാണെങ്കിൽ ദാറ്റ് ആംഗിൾ വിൽ ബി സെയിം. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. സോ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അവർ സൗണ്ട് വിൽ റിഫ്ലക്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. സോ സ്റ്റേ ട്യൂൺഡ്.